ഇന്ന് ഉബൈത്താക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ലഞ്ചാട്ടോ. എന്തൊക്കെയാന്ന് നോക്കിയാലോ. ഫസ്റ്റ് തന്നെ തേങ്ങാച്ചോറ്. തേങ്ങാച്ചോറ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൂവാറ്റുപുഴക്കാർക്ക് അതൊരു വികാരം തന്നെയാണ്. തേങ്ങാച്ചോറിന് ഏറ്റവും അടിപൊളി കോമ്പിനേഷൻ ബീഫ് കറി ആണെങ്കിലും ഉബൈത്താട് ഒരു അൺഎക്സ്പെക്റ്റഡ് വിസിറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ചിക്കൻ മേടിച്ച് ചിക്കൻ കറിയാക്കി. ഈ ചോറിന് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു കോമ്പാട്ടോ പരിപ്പ് കറി. അപ്പോൾ പരിപ്പ് കറിയും റെഡി. നല്ല കാന്താരിയും ഉള്ളിയും ഇഞ്ചിയൊക്കെ ഇടിച്ച പച്ചമോരും പപ്പടവും സാലഡും നല്ല വറ്റൽമുളക് ഞെരിച്ച ചമ്മന്തിയും ചൂടുകളും. ആഹാ, നല്ല വിഭവസമൃദ്ധമായ ലഞ്ച്. ഒരു സദ്യയിലെ എല്ലാ കറികളും പോലെയാട്ടോ തേങ്ങാച്ചോറിന് ഇത്രയും കറികളും മസ്റ്റാണ്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മാങ്ങയാട്ടോ. ഉബൈത്താടെ മനസ്സും വയറും നിറഞ്ഞ സന്തോഷത്തിലാട്ടോ ഞാൻ. നമ്മളുണ്ടാക്കിയത് നമ്മളും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. സത്യം പറയാലോ, വെറുതെ തള്ളുന്നല്ല, നല്ല ടേസ്റ്റ് ആയിരുന്നല്ലോ. നമ്മൾ ഒരാൾക്ക് ഒരു സ്പെഷ്യലാക്കി ഉണ്ടാക്കി അവർക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ആ സന്തോഷത്തിനും കൂടെ നമ്മളൊരു ഐറ്റം കഴിക്കുമ്പോൾ എക്സ്ട്രാ ടേസ്റ്റ് കൂടുകയോ ഇല്ലയോ. അങ്ങനെ ഞാനും കഴിച്ച് മോനും കൊടുത്ത് അവൻ്റെ അപ്രൂവലും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു എന്നാണ് കേട്ടോ. ഇപ്പോൾ സമയം 4:30. 5:30 ബെയ്ത്ത പോകുമോ. ഇവരൊക്കെ നമ്മുടെ കൂടെയുള്ള സമയത്ത് ഈ ടൈം ട്രെയിൻ പിടിച്ചാണ് പോകുന്നത്. എനിക്ക് വേറെ പണിയില്ല എന്നുള്ളതാണ് ആ നോട്ടം. ഇവർക്കൊക്കെ എന്തു കൊടുത്താലും നമുക്ക് മതിയാവില്ലല്ലോ. അങ്ങനെ 5:30 ബെയ്ത്ത പോയി. ഈ ടൈം എന്ത് പെട്ടെന്നല്ലേ പോകുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഇത്രയും സ്നേഹിച്ച് വളർത്തി വലുതാക്കി കെട്ടിച്ചൊക്കെ വിട്ടിട്ട് നമുക്കൊരു അപകടം ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ആവലാതിപ്പെടുന്നതും എത്ര ദൂരത്താണെങ്കിലും ഓടി വരാൻ ആദ്യം തയ്യാറാവുന്നത് നമ്മുടെ മാതാപിതാക്കളും സഹോദരങ്ങളും തന്നെയായിരിക്കും. അതുപോലൊരു അപകടം എനിക്ക് സംഭവിച്ചപ്പോൾ ഒന്നും നോക്കാതെ നേരെ കയറിയ ആളാണ് ബെയ്ത്ത. എന്താ അപകടം എന്നൊക്കെ പിന്നെ പറയാം. പക്ഷേ എനിക്കൊരു സന്തോഷം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൈകൊണ്ട് തന്നെ മനസ്സും വയറും നിറച്ച് ഒരു ലഞ്ച് കൊടുക്കാൻ പറ്റുമല്ലോ. അത് എൻ്റെ ബെയ്ത്താക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം തന്നെ. ഈ മാതാപിതാക്കൾ എന്ന് പറയുന്നുണ്ടല്ലോ, നമുക്ക് കൂടുള്ളപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് അങ്ങ് സ്നേഹിച്ചേക്കണം. പിന്നെ റിഗ്രറ്റ് അടിച്ചേക്കല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.